ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്ന പോയിൻ്റ് എന്ന് വെച്ചാൽ SEOയ്ക്കകത്ത് ടൂൾസ് വെച്ചിട്ടുള്ള SEOയും മാനുവലായിട്ടുള്ള SEOയും ഇതിൻ്റെ ഡിഫറൻസ് അല്ലെ ഇതിൻ്റെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊരു ബേസിക് ലെവൽ കാര്യമാണ്. അപ്പോൾ SEO ബിഗിനേഴ്സിനൊക്കെ ഉള്ളൊരു വീഡിയോ ആണിത്, അല്ലെങ്കിൽ SEOനെ കുറിച്ച് ജസ്റ്റ് അറിയേണ്ട കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾക്കുള്ള വീഡിയോ ആണിത്. ഓക്കെ, അവർക്കാണത് യൂസ്ഫുൾ ആവുക. അപ്പോൾ ഇത് പോയിൻ്റ് ഇതാണ്. ഇപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പം എല്ലാവർക്കും SEO എന്ന് പറയുമ്പോൾ ടൂൾസാണ്. ടൂൾസ് ഏത് ടൂൾ, എന്ത് ടൂളാണ് യൂസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള ഒരുപാട് കൺസേൺസും ക്വസ്റ്റ്യൻസുമാണ് SEOയുടെ ബിഗിനേഴ്സിന് SEO സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ആളുകൾക്കൊക്കെ ഉള്ളത്. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ലൈക്ക് എന്ത് ടൂൾസുകളൊക്കെ യൂസ് ചെയ്യേണ്ടത്, എന്താണ് അതിന് നല്ല ടൂൾ, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഞാനത് ജനറലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ SEO എന്ന് പറഞ്ഞാൽ ഒരു ടൂൾ ബേസ്ഡ് സാധനമേ അല്ല. അപ്പം എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും. ഇപ്പോൾ AI വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ SEOയിൽ വരുന്നുണ്ട്. ബേസിക്കലി ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ ടൂൾസ് യൂസ് ചെയ്യുന്നത് നമ്മുടെ പ്രോസസ്സ് സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. SEOയ്ക്കകത്തുള്ള എല്ലാ പ്രോസസ്സിനെയും സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് ടൂൾസുകൾ യൂസ് ചെയ്യാം. മുന്നത്തെ ടൂൾസിനേക്കാളും ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള അഡ്വാൻസ് ടൂൾസുകളാണ് ഇപ്പോൾ AI തരുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ChatGPT തന്നെ SEOയുടെ ഒരുപാട് സാധനങ്ങൾ പ്രിപ്പയർ ചെയ്യാം. കഴിഞ്ഞൊരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു ടൈറ്റിൽ ഡിസ്ക്രിപ്ഷൻ എങ്ങനെയാണ് ChatGPT വെച്ച് പ്രിപ്പയർ ചെയ്യാന്നുള്ളത്. സോ ഇതിനകത്ത് സംഗതി ഇത്രയേ ഉള്ളൂ. ലൈക്ക് മാനുവൽ വേണോ ടൂൾ വേണോ എന്നൊക്കെ നമുക്ക് ഡിസൈഡ് ചെയ്യാം. ഏത് ചെയ്യുന്ന സമയത്തും ഞാനിരുന്ന് മാനുവൽ ടൈപ്പ് ചെയ്യുമ്പോൾ ഒരു 15 മിനിറ്റ് എടുക്കുന്ന സാധനം ChatGPT പോയാൽ അല്ലെങ്കിൽ വേറെ ഇതിൽ ടൂളിൽ പോയി കഴിഞ്ഞാൽ ഒരു ടൈറ്റിൽ ജനറേറ്റർ ടൂളിൽ പോയാൽ 2 മിനിറ്റോട് ജനറേറ്റ് ആവും. നമ്മളെന്താണ് മേക്ക് ഷുവർ ചെയ്യേണ്ടതെന്ന് അറിയുമോ? നമ്മൾ മാനുവൽ ചെയ്യുന്നതും ടൂൾ ജനറേറ്റ് ചെയ്യുന്നതും ഒരേപോലെയാണോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പോൾ ഒരേപോലെ ആണെങ്കിൽ ടൂളിനൊരിക്കലും മാനുവലി നമ്മൾ ചെയ്യുന്ന സാധനത്തിലോട്ട് വരില്ല. അപ്പോൾ 1-2 ചെറിയ ഫിക്സിങ് നടത്തി കഴിഞ്ഞാൽ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് മാനുവൽ ചെയ്യുന്നതിൻ്റെ ഒരു പകുതിയോ അതിലൊരു 25% ടൈം എടുത്തിട്ട് നമുക്ക് ടൂൾ എടുത്തിട്ട് കൃത്യമായ ഔട്ട് കിട്ടും. അപ്പോൾ ശരിക്കും നമ്മൾ ടൂളിനെ യൂസ് ചെയ്യേണ്ട ഒരു ഹൈബ്രിഡ് മോഡലായിട്ടാണ്. എന്ന് വെച്ചാൽ നമുക്ക് ടൂൾ യൂസ് ചെയ്യുക, ദെൻ നമ്മുടെ ഇൻപുട്ട് ഇടുക, കറക്റ്റായിട്ട് നമുക്ക് വേണ്ട സാധനം അതിൽ നിന്ന് കിട്ടിക്കുക. അതിന് വേണ്ടിയുള്ള 1-2 ഇറ്ററേഷൻസോടെ വരുത്തുക. മാനുവലി ചെറുതായിട്ട് ഇൻ്റർഫിയർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ല ഔട്ട് കിട്ടും. അപ്പം ബേസിക്കലി ഇപ്പോൾ ടൂളില്ല എന്നൊരു സെനാരിയോ വരുമ്പോൾ നമുക്ക് SEO ഇല്ല എന്നായിപ്പോകരുത്. അതുപോലെ ടൂള് തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ SEO മൊത്തം തെറ്റിയെന്നും ആയിപ്പോകരുത്. അപ്പോൾ ഇതിൻ്റെ കോർ പോയിൻ്റ് ഇതാണ്. നമ്മൾ എന്ത് ടൂൾ യൂസ് ചെയ്താലും, ഇപ്പോൾ നമ്മൾ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനൊക്കെ ജനറേറ്റ് ചെയ്താലും നമ്മുടെ കൺസെപ്റ്റ് എന്താണ്? കീവേഡ്സ്, റാങ്കിങ്, വെബ്സൈറ്റിലെ പേജുകൾ, കണ്ടൻറ് റെലവൻസി, യൂണീക്ക്നെസ്, ഇതൊക്കെയാണ് നമ്മുടെ കൺസെപ്റ്റ്. അപ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള സാധനമായിരിക്കണം അത് ജനറേറ്റ് ചെയ്ത് വരേണ്ടത്. അല്ലെങ്കിൽ നമ്മളെന്ത് ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തിയിട്ട് അതിനെ അങ്ങനെ ആക്കിയെടുക്കണം. അപ്പോഴാണ് നമുക്ക് പ്രോപ്പറായിട്ടുള്ള SEO ആവുള്ളൂ. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? ടൂൾസ് യൂസ് ചെയ്യുക. ടൂൾ യൂസ് ചെയ്യുന്നതിനാണ് സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടിയാണ്, പ്രോസസ്സ് സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടി. ടൂൾ യൂസ് ചെയ്യുന്നതിന് മുന്നായിട്ട് നമുക്ക് എന്തറിയണം? നമ്മുടെ കോർ കൺസെപ്റ്റ് നമ്മുടെ മൈൻഡിലുണ്ടാകണം. ഔട്ട് തരുന്ന സാധനം എങ്ങനെയാകണം നമുക്ക് നല്ല ധാരണ വേണം. SEOയുടെ ഒരു ഓൺ പേജ് ഭാഗം പറയുവാണെങ്കിൽ ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻസ്, അതുപോലെ സൈറ്റിനകത്തുള്ള കണ്ടൻറ്റ്, ഇതിനെല്ലാം ഡയറക്റ്റ്ലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കണം എന്നുള്ളത് നമുക്ക് ആദ്യ കൺസെപ്റ്റിൽ നമ്മുടെ ബ്രെയിനിലത് ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് തരുന്ന ഔട്ട് അടിപൊളിയായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ആക്കിയെടുക്കണം. അപ്പോൾ കോർ കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ടൂൾസ് യൂസ് ചെയ്യുക, മാനുവലി ഇൻ്റർഫിയർ ചെയ്യുക, ഒരു ഹൈബ്രിഡ് സാധനം ഔട്ടാക്കി എടുക്കുക. അതൊരു ഹൈ കോമ്പറ്റീറ്റീവായി ഒരു ഡാറ്റയായി മാറും. അപ്പോൾ ടൂൾസിനെ അങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. ഇതാണ് എന്ന് പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ടൂൾസുകളോ അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ടൂൾസുകൾ നമ്മൾ യൂസ് ചെയ്യുന്ന മാർക്കറ്റിൽ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന SEO ടീംസൊക്കെ യൂസ് ചെയ്യുന്ന ടൂൾസും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ ഈ പറഞ്ഞ ഞാനൊരു 3-4 കുറച്ച് വീഡിയോസ് ഇപ്പോൾ ചെയ്യുന്നുണ്ട് SEO റിലേറ്റഡ് ആയിട്ടുള്ള. അതിനകത്ത് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ലൈക്ക് 1-to-1 ആയിട്ടുള്ള രീതിയിൽ വേണം വീഡിയോ ചെയ്തിട്ട് ഇടുന്നതായിരിക്കും, ഡീറ്റെയിൽ ആയിട്ട് ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടൂൾസ് അതുപോലെ മാനുവൽ. SEO ടൂൾസ് വെച്ചിട്ട് വേണോ മാനുവൽ വേണമെന്നുള്ളതൊക്കെ നമ്മുടെ ഇഷ്ടം. പക്ഷേ ഹൈബ്രിഡ് മോഡലായിട്ട് യൂസ് ചെയ്യാനുള്ളതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക.